ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുതിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗംഗ ചോദിക്കുന്നു, നിന്റെയോ നിളയുടെയോ പേര് പോലും അയാൾ ചോദിച്ചില്ലേ? യമുന പറയുകയാണ്, ഇല്ലെന്നേ, ഒരാപത്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. സംസാരിക്കുകയോ പരിചയപ്പെടണമോ ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിനിടയിലാകാമായിരുന്നല്ലോ. പക്ഷേ തനിക്ക് ചെയ്യേണ്ട ജോലി എന്താണെന്ന് കൃത്യമായി ധാരണയുള്ള ഒരാളെ പോലെയാണ് അയാൾ ഞങ്ങളോട് പെരുമാറിയത്. ശാരദ പറയുന്നു, ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാകുമെന്നല്ലേ? നമ്മുടെ നിളയുടെ രക്ഷയ്ക്ക് ഈ മലമൂട്ടില് ദൈവം കൊണ്ടുവന്നെത്തിച്ചതാകും ആ പയ്യനെ. കാവേരി പറയുന്നു, എനിക്ക് ഈ പറഞ്ഞതിലൊക്കെ ചില സംശയങ്ങളുണ്ടമ്മേ. തികച്ചും അപരിചിതമായ വഴിയിലൂടെ നമുക്ക് ആർക്കും പരിചയമില്ലാത്തൊരു ചെറുപ്പക്കാരൻ വണ്ടി ഓടിച്ചു വരുന്നു. രണ്ട് പെൺകുട്ടികൾ ഏതോ രീതിയിൽ അപകടത്തിൽപ്പെട്ടതായിട്ട് അയാൾ കാണുന്നു. അവരുടെ ഊരും പേരും പോലും ചോദിക്കാതെ രണ്ടുപേരോടും ഒരക്ഷരം പോലും സംസാരിക്കാതെ ഏതോ ഹോസ്പിറ്റലിൽ പോയി തള്ളിയിട്ട് അയാൾ മുങ്ങുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, ഒന്നുകിൽ യമുന പറഞ്ഞതുപോലെ അയാൾ ഒരു സൂപ്പർ ഹീറോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആയിരിക്കണം. അയാൾ നടത്തി കഴിഞ്ഞതോ ഇനി നടത്താൻ പോകുന്നതോ ആയ ഒരു ക്രൈമിൽ നിന്ന് അയാൾക്ക് മുഖം രക്ഷിക്കണം. അതുകൊണ്ട് ആരെ പരിചയപ്പെടാൻ പോലും അയാൾ ശ്രമിക്കാത്തത്. ഇത് കേട്ട് ശാരദ ചോദിക്കണേ, എന്റെ മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? കാവേരി പറയുകയാണ്, നേരത്തെ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ലായിരുന്നു അമ്മേ. പക്ഷെ നമ്മുടെ ഒന്നും അനുഭവം നമ്മളെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഒരു രൂപ നേട്ടത്തിന് വേണ്ടിയല്ലാതെ ആരും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യില്ല. സ്വന്തത്തിലും ബന്ധത്തിലും വരെ ഉണ്ട് പണത്തൂക്കം. ഇത് കേട്ട് ഗംഗ പറയുകയാണ്, മോളെ, നീ പറഞ്ഞത് സത്യമായിരിക്കാം. ആയിരിക്കാന്നല്ല, ആണ്. നമ്മളത് അനുഭവിച്ചതാ. പക്ഷെ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണോ? നമ്മൾ ഇന്ന് ബാങ്കിൽ വെച്ച് കണ്ട മുഖമോ പേരോ അറിയാത്ത ആ ചെറുപ്പക്കാരൻ അയാൾ എന്ത് ലാഭത്തിനു വേണ്ടിയാ നമ്മളെ സഹായിച്ചത്? അച്ഛന്റെ ശ്വാസവും ഗന്ധവും ഒക്കെയുള്ള ഈ വീട്ടിലേക്ക് ഇന്ന് തന്നെ വന്ന് കയറണമെന്നുള്ളത് നമ്മുടെ മാത്രം കുഞ്ഞവകാശവും സ്വപ്നവും മാത്രമായിരുന്നു. നീ പറഞ്ഞതുപോലെ ആ ചെറുപ്പക്കാരനും മുഖപരിചയം പോലും ഇല്ലല്ലോ. പിന്നെ എന്ത് സാമ്പത്തിക നേട്ടത്തിന്റെ പേരിലാ അയാൾ നമ്മുടെ ഈ കുഞ്ഞു വാശിയും സ്വപ്നവും ഒക്കെ സപ്പോർട്ട് ചെയ്തത്? യമന ചോദിക്കുന്നു, അയാളില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ലായിരുന്നു. ഗംഗ പറയുകയാണ്, അയാൾ എവിടെ നിന്നോ വന്നു, എങ്ങോട്ടോ പോയി. ശാരദ പറയുകയാണ്, ഇനിയിപ്പം അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നമ്മള് ദൈവത്തിന് എല്ലായിടത്തും ഒരുപോലെ ഇടപെടാൻ സാഹചര്യം ഒന്നും കിട്ടില്ലല്ലോ. ചിലരുടെ ജോലി ചെയ്യാൻ ദൈവം ഓരോ ആൾക്കാരെ ഏൽപ്പിക്കും. അവർക്കാരുടെയും ഊരും പേരും ഒന്നും അറിയണമെന്നില്ല, മുഖപരിചയവും വേണ്ട. അവരുടെ ജീവിതത്തില് ദൈവം നല്ലത് മാത്രമേ വരുത്തൂ. തുടർന്ന് ആലോചിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയാണ് കാവേരി. അരികിലേക്ക് വന്ന ഗംഗ ചോദിക്കുന്നു, എന്താടേ? കാവേരി പറയുകയാണ്, അത് രണ്ടും ഒരാളാണെങ്കിലോ? ഏതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, നിളയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും നമ്മുടെ വീട് ഇന്ന് തന്നെ തുറന്നു തരണമെന്ന് ബാങ്കുകാരോട് പറഞ്ഞതും അങ്ങനെയാണെങ്കിൽ നമ്മളെ മുഖപരിചയം ഇല്ലാത്ത ആളോ പേരോ വിലാസമോ ഒന്നും മനസ്സിലാക്കേണ്ട ആളോ അല്ലത്. നമ്മുടെ ഓരോ ചലനങ്ങളും മനസ്സിൽ അളന്നു കുറിച്ചു വെച്ചിരിക്കുന്ന ഒരാള്, എന്തിനോ വേണ്ടി നമ്മളെ വിടാതെ പിന്തുടരുന്ന ആൾ. പക്ഷെ എന്തിനെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, അതെനിക്കും അറിയില്ല. അങ്ങനെ അവർ സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നരയൻ ഗൗരി ശങ്കരത്തിലേക്ക് വരികയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ഹോളിലിരിക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന നരയനോട് മുത്തശ്ശൻ ചോദിക്കുന്നു, നരേ, ഒന്ന് അവസാനിപ്പിച്ചൂടെ നിന്റെ ഈ ഓട്ടം? നരയൻ പറയുന്നു, ആയിട്ടില്ല മുത്തശ്ശ, അവളെ കണ്ടെത്തുന്നത് വരെ അത് തുടരും. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് മുത്തശ്ശൻ പറയുകയാണ്, നരിയെന്ന് നിന്നെ വിളിക്കുന്നത് എന്റെ മാത്രം സ്വാതന്ത്ര്യമായിരുന്നു. മനസ്സെത്തുന്നിടത്ത് കൈയെത്താത്ത ഈ പ്രായത്തിൽ നിന്നെ ആ പേര് വിളിക്കുമ്പോൾ ഞാനും അംബികയെ അനുഭവിച്ച കോൺഫിഡൻസും സെക്യൂരിറ്റിയും ഒന്നും ചെറുതല്ല. ഒന്നു മാത്രം ഞാൻ നിന്നോട് ചോദിച്ചോട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നരിയെ തിരിച്ചു കിട്ടുമോ? കുറച്ചപ്പുറത്തായി വന്ന ഗായത്രിയും അവരെ ശ്രദ്ധിക്കുകയാണ്. നരയൻ പറയുന്നു, മുത്തശ്ശൻ അത് പ്രതീക്ഷിക്കണ്ട. എന്റെ ജീവിതത്തിൽ ഇനിയും നല്ലതൊന്നും സംഭവിക്കാനോ പ്രതീക്ഷിക്കാനോ ഒന്നുമില്ല. ഇനിയിപ്പൊ അവളെ കണ്ടെത്തിയാൽ തന്നെ പഴയ നരയന്റെ മടങ്ങിവരവുണ്ടാകില്ല. അങ്ങനെ നരയൻ മുകളിലേക്ക് പോകുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഗായത്രിയും വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. നരയനെ തന്നെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ശിവരാജൻ ഗായത്രിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്തുവാടി ഇത്? ഇവനെ തേച്ചിട്ട് പോയവളെ അടുത്തവനെ തേക്കാനുള്ള പരിപാടി തുടങ്ങി കാണും. ഇവൻ മാത്രം ഇങ്ങനെ ഇത്തള് പോലെ പിടിച്ചു തൂങ്ങി. ദേ നോക്കിയേ, ഇവന് വെറും ഭ്രാന്തല്ല, നടഭ്രാന്ത. മുത്തശ്ശനും മുത്തശ്ശിയും അവരെ ശ്രദ്ധിക്കുമ്പോൾ അവരെ നോക്കി പുഞ്ചിരിച്ച് ശിവരാജൻ പറയുന്നു, ഞാൻ താഴോട്ട് പോകുക. അങ്ങനെ ശിവരാജൻ താഴേക്ക് പോകുമ്പോൾ ഗായത്രി പതിയെ മുകളിലേക്ക് പോവുകയാണ് നരയന്റെ പിന്നാലെ. അതിനുശേഷം കാണിക്കുന്നത് പുറത്തിരിക്കുന്ന നിള ചോദിക്കുന്നു, ഇപ്പൊ ഈ വീട് നമുക്ക് സ്വന്തമല്ലേ ചേച്ചി? അതേന്ന് യമന മൂളുമ്പോൾ നിള ചോദിക്കാണ്, അച്ഛനുണ്ടായിരുന്നപ്പോൾ ഈ വീട് നമുക്ക് സ്വന്തം അല്ലായിരുന്നോ? എന്നിട്ട് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. ഇല്ലെന്ന് യമുന പറയുമ്പോൾ നിള പറയുകയാണ്, ഇപ്പൊ ഈ വീട് നമുക്ക് സ്വന്തമായിട്ടും അതിനോടൊരു അടുപ്പം തോന്നുന്നില്ല. നമുക്ക് പരിചയമില്ലാത്തൊരു വീട് പോലെ. അച്ഛനില്ലാത്ത എല്ലാ വീടും ഇങ്ങനെയായിരിക്കും അല്ലേ ചേച്ചി? യമുന പറയുകയാണ്, അച്ഛനില്ലാതാരാ പറഞ്ഞത്? നിള ചോദിക്കുന്നു, അച്ഛൻ
പോയില്ലേ ചേച്ചി? യമുന പറയുകയാണ്, നേരത്തെയും അച്ഛൻ പോകാറുണ്ടായിരുന്നല്ലോ, 4-5 വർഷം കഴിഞ്ഞല്ലേ പിന്നെ വരാറുള്ളൂ. നിള ചോദിക്കുന്നു, ഇത് അതുപോലെയാണോ? പുഞ്ചിരിച്ച് യമുന പറയുകയാണ്, എന്നാലേ അച്ഛൻ പോയിട്ടില്ലാന്ന് കൂട്ടിക്കോ. നമുക്ക് കാവലായിട്ട് എപ്പോഴും ഉണ്ട്. ദേ അത് കണ്ടില്ലേ, എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്. നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ സമയം പാലുമായി അവിടേക്ക് വരികയാണ് ഗംഗയും യമുനയും. യമുന ചോദിക്കുന്നു, എടി കിടക്കാറായില്ലേ രണ്ടുപേർക്കും? നിള പറയുന്നു, ഉറക്കം വരുന്നില്ല ചേച്ചി. അപ്പോൾ ഗംഗ പറയുകയാണ്, പോയി കിടന്നാ മതി, ഉറക്കമൊക്കെ വന്നോളൂ. നിള പറയുകയാണ്, കണ്ണടച്ച് കിടക്കാൻ പേടിയാകുന്നു ഗംഗേച്ചി. ഉറക്കം വന്നാൽ പേടിപ്പിക്കുന്ന രൂപങ്ങൾ മുന്നോട്ട് വന്നോണ്ടിരിക്കുക. കാവേരി പറയുന്നു, പോംവഴി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങള് നിന്റെ കൂടെ തന്നെ കിടന്നോളാം. നീ ഉറങ്ങി കഴിഞ്ഞേ ഉറങ്ങുന്നുള്ളൂ. പിന്നെന്താടി, നീയല്ലേ ഞങ്ങളുടെ കുഞ്ഞിത്താറാവ്. ഗംഗ പറയുന്നു, വാ ഇങ്ങോട്ട് പാല് കുടിക്ക്. നിള ഗംഗയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങിച്ചു കുടിക്കുമ്പോൾ യമുന ചോദിക്കുന്നു, അമ്മ കിടന്നോ ചേച്ചി? ഗംഗ പറയുകയാണ്, ഇല്ല, നിങ്ങൾ വരാൻ നോക്കിയിരിക്കുക. നിള പാല് കുടിച്ചു കഴിയുമ്പോൾ ഗംഗ പറയുകയാണ്, ഇനി പോയി കിടന്നോ. നിള ചോദിക്കണേ, ഇത്ര നേരത്തെ കിടന്നിട്ട് എന്ത് ചെയ്യാനാ ചേച്ചി? കാവേരി പറയുകയാണ്, എന്ത് ചെയ്യാനാണെന്നോ, നാളെ രാവിലെ സ്കൂളിൽ പോകണ്ടേ? നാളെ പോണോ ചേച്ചി എന്ന് നിള ചോദിക്കുമ്പോൾ കാവേരി ചോദിക്കുകയാണ്, നാളെ എന്താ വിശേഷം? കുറച്ചുനാൾ നമ്മള് വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ പോയില്ല. ഇപ്പൊ തിരിച്ചു വന്നില്ലേ, അപ്പൊ നാളെ സ്കൂളിൽ പോണം. യമുന പറയുന്നു, കോളേജിൽ പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് ചേച്ചി. കാവേരി പറയുന്നു, ടെൻഷൻ ഉണ്ടാകാൻ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തം. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയാലേ പറ്റൂ. യമുന പറയുന്നു, ഇന്ന് രാവിലെ ഞാനൊരു സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ചേച്ചി, കളക്ടറാകുന്ന സ്വപ്നം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ അത്. പക്ഷെ അങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടണമെന്ന് എനിക്കറിയില്ല. അച്ഛനെ കളക്ടറായി കാണിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇപ്പൊ അച്ഛനെ ഇല്ല, ഇനിയിപ്പം ആരെ കാണിക്കാനാണെന്നുള്ള ചിന്ത മനസ്സിൽ തികട്ടിക്കൊണ്ടിരിക്കുക. കളക്ടർ ആകാനൊക്കെ ഒരുപാട് പഠിക്കണ്ടേ? പഠിത്തമൊക്കെ മതിയെന്ന് വെച്ച് അമ്മയോട് പറഞ്ഞതുപോലെ എസ്റ്റേറ്റിലെ ജോലിയോ ട്യൂഷനോ ഒക്കെ നോക്കാം. അതിനല്ലേടി ഞങ്ങളെന്ന് കാവേരി പറയുമ്പോൾ കാവേരിയെ തടഞ്ഞുകൊണ്ട് ഗംഗ പറയുകയാണ്, പഠിക്കാൻ മിടുക്കില്ലാഞ്ഞിട്ടല്ല, താല്പര്യമില്ലായിരുന്നു എനിക്ക്. പഠിച്ചിട്ട് എന്തിനാണെന്നുള്ള ഒരു തോന്നല്. +2 തീരെ മാർക്കില്ല. എന്നാലും അച്ഛൻ പിന്നെയും പഠിക്കാൻ നിർബന്ധിച്ചോണ്ടേയിരുന്നു. ഞാൻ അത് കേട്ടില്ല. ഇന്നിപ്പം പഠിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകാമായിരുന്നു. അച്ഛൻ ഇല്ലെങ്കിലും ഈ കുടുംബം അല്ലലില്ലാതെ നോക്കാമായിരുന്നു. എനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഈ കുന്നും മലയൊക്കെ കടന്ന് എനിക്ക് പറക്കണം. അച്ഛൻ അമ്മയെ നോക്കുന്നത് പോലെ സ്നേഹമുള്ളൊരു പയ്യനെ വേണം, വലിയ വീടും സൗകര്യങ്ങളും ഒക്കെ വേണമെന്ന്. എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ വേറെ ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. അച്ഛനെയോ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെയോ ആരെയെങ്കിലും. എനിക്കെന്റെ സ്വന്തം ചിറകുകൾ കൊണ്ട് പറക്കാമായിരുന്നില്ലേ? ഈ കുന്നും മലയൊക്കെ കടന്ന് എനിക്കെന്റെ ജീവിതം തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? ജോലി, ജീവിക്കുന്ന സ്ഥലം, വീട്, കൂടെ ജീവിക്കുന്ന ആള് എല്ലാം. നമ്മുടെ അമ്മയ്ക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ജോലി ചെയ്തിരുന്ന കമ്പനി ഏതാണെന്ന് അറിയാമായിരുന്നു. ജോലിയുണ്ടോ, ശമ്പളം എത്ര, ബാങ്ക് അക്കൗണ്ട്, പണമിടപാട്, ഇതൊക്കെ അറിയാൻ പറ്റിയേനെ. നമ്മുടെ വീടിന്റെ ലോണിന്റെ കാര്യമോ തോട്ടം വാങ്ങിക്കാൻ അച്ഛൻ പണം കൊടുത്തോ ഇല്ലയോ, നമ്മൾ ഇന്ന് ഇരുട്ടി തപ്പുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയേനെ. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം മക്കളെ. ഇത് കേട്ട് കണ്ണീര് തുടച്ച് ഗംഗയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് കാവേരി. ഗംഗയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് നീളയും യമുനയും. പുഞ്ചിരിച്ച ഗംഗയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യമുന പറയുന്നു, ചേച്ചി ഞാൻ നാളെ മുതൽ കോളേജിൽ പോകാം. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അച്ഛന്റെ സ്വപ്നം ഞാൻ നിറവേറ്റും. നിള പറയുന്നു, ഞാനും സ്കൂളിൽ പോകാൻ ചേച്ചി, മടി പിടിച്ചിങ്ങനെ ഇരിക്കില്ല. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി യമുനയും കാവേരിയും നിളയും ചേർത്ത് പിടിക്കുകയാണ് ഗംഗ. പിന്നീട് കാണിക്കുന്നത് രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന കാവേരി മനസ്സിൽ പറയുകയാണ്, അച്ഛൻ ഇവിടെ അടുത്തെവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ ഈ ചെടികളൊക്കെ എത്ര പ്രിയപ്പെട്ടതാണെന്നും എനിക്കറിയാം. അച്ഛൻ വിഷമിക്കേണ്ട, ഒറ്റ ചെടി പോലും മാടാൻ വിടില്ല ഈ കാവേരി. തുടർന്ന് സ്കൂളിലേക്ക് പോകാനായി ഒരുങ്ങിയ നിളയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഗംഗ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് നിള ഹോളിലൂടെ ഓടുമ്പോൾ ഇത് കഴിക്കെന്ന് പറഞ്ഞ ഭക്ഷണവുമായി പിന്നാലെ ഓടുകയാണ് ഗംഗ. നിള ഉറക്ക ചോദിക്കുന്നു, യമുനേച്ചി വരുന്നുണ്ടോ? യമുന ബാഗുമായി എവിടേക്ക് വരുമ്പോൾ ഞാൻ പോവാണേന്ന് പറഞ്ഞ് നിള പുറത്തേക്ക് ഓടി പോവുകയാണ്. ഗംഗയുടെ കയ്യിൽ പിടിച്ച യമുന പറയുന്നു, അപ്പൊ ഞാനും ഇറങ്ങുവാണേ. ശരിയടാന്ന് ഗംഗ പറയുമ്പോൾ നിളയുടെ ബാഗുമായി എവിടേക്ക് വരികയാണ് ശാരദ. ഗംഗ പറയുന്നു, അമ്മ ഇതേ കണ്ടില്ലേ, ഒരെണ്ണം പോലും കഴിച്ചില്ല. ശാരദ പറയുന്നു, ഈശ്വര, ഓടിയോ അവൾ അങ്ങോട്ട്. പോകാന്ന് പറഞ്ഞ് നിള കാവേരിയുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ കാവേരി ചോദിക്കുന്നു, നീ ഒരുങ്ങിയോ? നിള പറയുന്നു, പിന്നല്ലാതെ, ഫുൾ സെറ്റ് അല്ലേ? അവിടേക്ക് വന്ന യമുന പറയുന്നു, അതൊക്കെ ചുമ്മാതാ ചേച്ചി, ഗംഗീച്ചിയുടെ ദോഷപ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നമ്പറാ. നിള പറയുന്നു, ചെറുതായിട്ട്, പിന്നെ ക്ലാസ് ഒക്കെ ഇത്രയും മിസ് ചെയ്തതല്ലേ ചേച്ചി, ലേറ്റ് ആവണ്ടെന്ന് കരുതി. കാവേരി പറയുന്നു, ക്ലാസ് മിസ്സായതൊന്നും നീ പേടിക്കണ്ട, ഫ്രണ്ട്സിനോട് നോട്ട്സ് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി, ഞാൻ എഴുതി തരാം. ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് ഇരിക്കുകയാണ് ശാരദയും ഗംഗയും. നിള ചോദിക്കുന്നു, അപ്പം കൈയക്ഷരം മാറില്ലേ ചേച്ചി? കാവേരി ചോദിക്കുന്നു, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? ഒരു കൈയക്ഷരം മാറില്ല. എന്നെ പോലൊരു ചേച്ചിയെ കിട്ടാനേ നീയൊക്കെ പുണ്യം ചെയ്യണം. +2 ഒരു വർഷത്തെ മുഴുവൻ റിപ്പോർട്ട് കാർഡും അമ്മയ്ക്ക് പകരം ഒപ്പിട്ടത് ഞാന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ ശാരദ പറയുകയാണ്, എടി മഹാഭാവി. കാവേരി പറയുന്നു, പിന്നല്ലാതെ എന്ത് ചെയ്യും, ഈ ഫിസിക്സ്, കെമിസ്ട്രി ഇതൊന്നും എനിക്ക് സെറ്റ് ആകില്ല. റിപ്പോർട്ട് കാർഡ് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് അമ്മ ചൂരെടുക്കും. അതിലും ഭേദമല്ലേ ഞാൻ പേനയെടുത്ത് സൈൻ ചെയ്യുന്നത്? യമുന ചോദിക്കുന്നു, അല്ല അമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ലേ? അപ്പൊ ശാരദ പറയുകയാണ്, ഞാൻ റിപ്പോർട്ട് കാർഡ് ഇവളോട് ചോദിച്ചതാ, അപ്പൊ
അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞത് +2 റിപ്പോർട്ട് കാർഡേ ഇല്ലാന്നാ. യമുന പറയുന്നു കള്ളി. ശാരദ ചോദിക്കാണ് ഇക്കണക്കിന് നീ എവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ടാകും? കാവേരി പറയുകയാണ് പിന്നെ ഒപ്പിട്ട് വാങ്ങാൻ അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ 100 ഏക്കർ പുരയിടവും 500 പറയുടെ നിലവും. ഒന്ന് പോ അമ്മേ. ശാരദ പറയുകയാണ് അതെന്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്നെ പരിഹസിച്ചതല്ലേ നീ? കാവേരി പറയുന്നു എന്റെ അമ്മ സെന്റിമെന്റ്സ് ആണോ? എന്റെ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ഞാൻ സമ്പാദിച്ചു തരാം. യമുന പറയുന്നു പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാനും സമ്പാദിച്ചു തരാം. നിള പറയുന്നു ഞാനും സമ്പാദിക്കും. അമ്മയ്ക്ക് ഞാൻ വലിയൊരു തോട്ടം മേടിച്ചു തരാം. തോട്ടം നിറയെ പഴം, അതിനപ്പുറത്ത് കാപ്പി. യമുന ചോദിക്കുന്നു ടീ എസ്റ്റേറ്റ് വിട്ടു കളഞ്ഞോ? അതുകൊണ്ടെന്ന് നിള പറയുമ്പോൾ ശാരദ പറയുകയാണ് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചാലെന്താ, നിങ്ങളുടെ അച്ഛൻ പോയില്ലേ? ശാരദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാവേരി പറയുന്നു അച്ഛന് കൊടുക്കാനുള്ള സന്തോഷം കൂടി ഞങ്ങൾ അമ്മയ്ക്ക് തരും. ഡബിളായിട്ട് അങ്ങ് അനുഭവിച്ചു. പോസിറ്റീവായിട്ട് ചിന്തിക്കണം, വേറെ വഴിയില്ല. മോളെ ബാഗ് എങ്ങി തന്നെ ഇത് കഴിക്കെന്ന് പറഞ്ഞ് ഗംഗ നിളയെ ഭക്ഷണം കഴിപ്പിക്കുകയാണ്. ശേഷം നിളയെയും യമുനയും കൂട്ടി സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് കാവേരി. ഗംഗയും ശാരദയും പുഞ്ചിരിച്ച് അകത്തേക്ക് പോകുന്നു. തുടർന്ന് തയ്യൽ മെഷീന്റെ അരികിലേക്ക് വന്ന ഗംഗ മെഷീൻ തുടച്ച് വൃത്തിയാക്കുകയാണ്. അവിടേക്ക് വന്ന രാധമ്മ ചോദിക്കുന്നു നീ ജോലി തുടങ്ങിയോ? ഗംഗ ചോദിക്കാണ് എന്താ അച്ഛമ്മേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാധമ്മ പറയുകയാണ് ഓ എനിക്ക് എന്താവശ്യം, എന്റെ അരവിന്ദം പോയിട്ട് ആഴ്ചയൊന്നും കഴിഞ്ഞില്ല, എല്ലാവരും അവനെ മറന്നു. അങ്ങനെ കണ്ണു നിറങ്ങിയ രാധമ്മ അവിടെ ഒന്ന് പോകാനായി തുടങ്ങുമ്പോൾ അച്ഛമ്മയെന്ന് വിളിച്ച് അരികിലേക്ക് വന്ന ഗംഗ പറയുന്നു അച്ഛമ്മ ഒന്ന് തിരിഞ്ഞെ. കരഞ്ഞുകൊണ്ട് രാധമ്മ തിരിയുമ്പോൾ കവളിൽ പിടിച്ച് ഗംഗ പറയുകയാണ് ആരെ കാണിക്കാൻ ഇത്? അച്ഛമ്മയ്ക്ക് എല്ലാം അറിവുള്ളതല്ലേ. മരിച്ചുപോയ അച്ഛനെ കാണിക്കാനാണെങ്കിൽ അച്ഛന് കൂടുതൽ സങ്കടമാകുകയുള്ളൂ. രാധമ്മ വിഷമത്തോടു കൂടി ഗംഗയെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. നിലയ്ക്ക് സ്നാക്സും വാങ്ങി സന്തോഷത്തോടു കൂടി സ്നേഹതീരത്തേക്ക് വരികയാണ് വിനീത്. പുറത്തു നിൽക്കുന്ന ശാരദയുമായി സംസാരിക്കുന്ന വിനീത് അറിയുകയാണ് യമുനയും നിലയും കോളേജിലും സ്കൂളിലും പോയി തുടങ്ങിയെന്ന്. ഇത് കേട്ട് വളരെ സന്തോഷത്തോടു കൂടി രാധമ്മയെ കാണാനായി അകത്തേക്ക് പോകുന്ന വിനീത് ശ്രദ്ധിക്കുകയാണ്. പുഞ്ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗംഗയും വിനീതിന്റെ അരികിലേക്ക് വരുന്നു. അവരറിയാതെ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വിനീത് തയ്യൽ കടയിലേക്ക് പോയതിനു ശേഷം ഗംഗ തയ്യൽ തുടങ്ങുകയാണ്. ഒരു ചേച്ചി ബ്ലൗസ് തയ്ക്കാനായി വിനീതിന്റെ കടയിലേക്ക് വരുമ്പോൾ ഇപ്പം ലേഡീസിന്റെ ഒന്നും ഞാൻ തയ്ക്കുന്നില്ല, നന്നായി ബ്ലൗസ് തയ്ക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് ഗംഗയുടെ അരികിലേക്ക് ആ ചേച്ചിയെ പറഞ്ഞു വിടുകയാണ് വിനീത്. തുടർന്ന് സ്നേഹതീരത്തേക്ക് വരികയാണ് ആ ചേച്ചി. പുറത്തേക്ക് ഇറങ്ങി വന്ന ഗംഗയോട് ബ്ലൗസ് തയ്ക്കുന്ന കാര്യം ആ ചേച്ചി പറയുമ്പോൾ ഗംഗ ചോദിക്കുകയാണ് ആരാ പറഞ്ഞത് ഞാൻ തയ്ക്കുമെന്ന്? ആ ചേച്ചി പറയുകയാണ് ആ വിനീത പറഞ്ഞത്. ഇപ്പൊ തയ്ക്കാൻ കൊണ്ടു ചെന്നപ്പോൾ അവൻ പറയുക ലേഡീസിന്റെ ഒന്നും തയ്ക്കുന്നില്ലാന്ന്. ഇത് കേട്ട് ഗംഗ വിനീതിന്റെ നല്ല മനസ്സ് മനസ്സിലാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് യമുന കോളേജിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടു കൂടി യമുനയുടെ അരികിലേക്ക് വന്നു സംസാരിക്കുകയാണ് വിശാൽ. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന വിശാലിന്റെ ഒരു ഫ്രണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. യമുനയുടെ കയ്യിൽ പിടിച്ച് വിശാൽ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ട് ആ ഫ്രണ്ട് അവര് തമ്മിൽ പ്രണയമാണോ എന്ന് സംശയിക്കുകയാണ്. തുടർന്ന് പുഞ്ചിരിച്ച് വിശാലിനെ തന്നെ നോക്കിക്കൊണ്ട് യമുന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വിശാലും പുഞ്ചിരിച്ച് യമുനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അരികിലേക്ക് വന്ന ഫ്രണ്ട് യമുനയുമായി നീ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ് 5-6 പെൺകുട്ടികള് പ്രേമോ എന്ന് പറഞ്ഞ് ഒരു ഉപഗ്രഹം പോലെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഒരന്തസ്സല്ലേ അളിയ. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് യമുന. വിശാലിന്റെ ചതിയറിയാതെ പുഞ്ചിരിച്ച് വിശാലിനെ തിരിഞ്ഞു നോക്കുകയാണ് യമുന. വിശാലും പുഞ്ചിരിച്ച് യമുനയെ നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ബാങ്കിലെ ഒരു സ്റ്റാഫിന്റെ ഒപ്പം മദ്യപിക്കുകയാണ് ജയപാലൻ. വിഷമത്തോടുകൂടി ജയപാലൻ പറയുന്നു നല്ല കിളിക്കുഞ്ഞു പോലത്തെ വീടാ കൈവെള്ളയിൽ നിന്ന് പോയത്. എന്നാലും എങ്ങനെയാ കാവേരി ഇത്രയും കാശൊപ്പിച്ച് ആ വീട് തിരിച്ചു പിടിച്ചെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇത് കേട്ട് ബാങ്ക് സ്റ്റാഫ് നരേനെ കുറിച്ച് ജയപാലിനോട് പറയുകയാണ് കാവേരിയും ഗംഗയും സ്വർണം പണയം വെക്കാനായി ബാങ്കിലേക്ക് വന്നതും പണം കൊടുത്തതിന് ശേഷം വീട് ഇന്ന് തന്നെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ ബഹളം വെച്ചതും അവിടേക്ക് വന്ന നരേൻ ഇന്ന് തന്നെ ആ വീട് തിരിച്ചു കൊടുക്കണമെന്ന് ബാങ്ക് മാനേജരോട് ആവശ്യപ്പെട്ടതുമല്ല. അങ്ങനെ നരേനെ കുറിച്ച് ആ സ്റ്റാഫ് വിശദമായി പറയുമ്പോൾ ഞെട്ടി സംശയത്തോടു കൂടി ജയപാലൻ ചോദിക്കുകയാണ് അതാര്? അങ്ങനെ ജയപാലൻ കാവേരിക്കും കുടുംബത്തിനും രക്ഷകനായി എത്തിയ നരേനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.